ഞാൻ എങ്ങനെയാണ് കുക്കറിൽ മന്തി ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 6 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചത്, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 2 ചിക്കൻ മാഗി ക്യൂബ്സും, 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ പുതിനയിലയും, 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും, 1/2 കപ്പ് വിനാഗിരിയും കൂടെ ഒരു ഇത്തിരി റെഡ് ഫുഡ് കളറൂടെ ചേർക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചിക്കനിൽ പുരട്ടി അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. 3 കപ്പ് ഗോൾഡൻ സെല്ല റൈസ് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ 3-4 ഏലക്കയും ഗ്രാമ്പും ഒരു ഇത്തിരി പട്ടയും ഉണക്ക നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 85% ഒന്ന് വേവിച്ചെടുക്കാം. അരി വെന്ത് വരുന്ന അതേ സമയത്ത് മറ്റൊരടുപ്പിൽ കുക്കറിൽ ചിക്കൻ നിരത്തി വെച്ച് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചൊന്ന് കുക്ക് ചെയ്യാം. വെന്ത് വരുന്ന അരിയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 മാഗി ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരി പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ വാർത്തിടാം. ഇനി പെട്ടെന്ന് തന്നെ കുക്കറിലെ ചിക്കനൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം 1/2 കപ്പോളം ചോറൂറ്റിയ വെള്ളം തന്നെ കുക്കറിലോട്ട് ഒഴിച്ചിട്ട് റൈസ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി 1 സ്പൂൺ വെള്ളത്തിൽ കലക്കി ചോറിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചോറിൻ്റെ മുകളിൽ നിരത്തിയതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് കുക്കറിനുള്ളിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ആ കനലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് കുക്കറിലെ വിസിലൊന്ന് പൊക്കി പ്രഷർ മുഴുവനായും കളഞ്ഞ് ചിക്കനും റൈസും ഒക്കെ മറ്റൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. കുക്കറിൽ തന്നെ ഇരുന്നാൽ റൈസിന് വേവ് കൂടാനുള്ള സാധ്യതയുണ്ട്.